സഹകരണ മേഖലയോട് സർക്കാരും കേരള ബാങ്കും കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സഹകരണ ജനാധിപത്യ വേദി പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് ധർണാ സമരം നടത്തി. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സംഘം ഭരണസമിതികൾക്കെതിരെ അവിശ്വാസം രേഖപ്പെടുത്തി സംഘങ്ങളും ഒപ്പം സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് സഹകരണ മേഖലയിൽ കൊണ്ടുവരുന്ന പുതിയ കരട് നിയമം ചട്ടം 43B പിൻവലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PK ഫൈസൽ ആവശ്യപ്പെട്ടു. ഈ ഭേദഗതി സഹകരണ മേഖലയെ സംഘർഷഭരിതമാക്കുമെന്നും മേഖലയിൽ നാളിതുവരെയുള്ള വളർച്ചയെ പിറകോട്ട് നയിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഹകരണ മേഖലയോട് സർക്കാരും കേരള ബാങ്കും കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സഹകരണ ജനാധിപത്യ വേദി ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ കേരള ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ബാങ്കുകൾ ഇന്ന് നിലനിൽക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒട്ടനവധി ആളുകൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നിലനിൽക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ഡെപ്പോസിറ്റുകൾ ചെയ്യുന്നു. ആ ഡെപ്പോസിറ്റിന്റെ പിൻബലത്തിലാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഇന്ന് രാജ്യത്ത് തന്നെ മാതൃകയോളം വളർന്ന് പന്തലിച്ചിട്ടുള്ളത്. പക്ഷേ CPM പാർട്ടി രാഷ്ട്രീയം കൊണ്ട് സഹകരണ മേഖലയെ തകർക്കാനും CPM-ന് അനുകൂലമായ നിയമനിർമ്മാണങ്ങൾ നടത്തി സഹകരണ ബാങ്കുകളെ പിടിച്ചടക്കാനുള്ള നടപടികളുമായി മുമ്പോട്ട് പോയാൽ ഒരു തർക്കവുമില്ല. കേരളത്തിലെ സഹകരണ ജനാധിപത്യ വേദിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശക്തമായ രൂപത്തിൽ അതിനെതിരെയുള്ള പ്രതിരോധം നടക്കും. ചടങ്ങിൽ സഹകരണ ജനാധിപത്യ വേദി ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റി ചെയർമാൻ മടിയൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, VR വിദ്യാസാഗർ, KV സുധാകരൻ, മാമുനി വിജയൻ, ഗീതാകൃഷ്ണൻ, അഡ്വക്കേറ്റ് PV സുരേഷ്, ധന്യ സുരേഷ്, CMB സെക്രട്ടേറിയറ്റ് അംഗം V കമ്മാരൻ, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി K ശശി, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ദിനേശൻ മൂലക്കണ്ടം, ഹംസ പുതിയകോട്ട, C രവി, KP ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.